കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം അല്പസമയം മുൻപ് പുറത്തു വന്നിരിക്കുന്നു. അപകടം സംഭവിക്കുന്നതിന് മുൻപ് വിജയ്ക്ക് നേരെ ചെരിപ്പറിയുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. കരൂരിലെ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന ടിവികെയുടെയും വിജയുടെയും ഒക്കെ പ്രതികരണത്തിന് പിന്നാലെയാണ് പുതിയ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ ടിവികെ നേതാക്കളിൽ തന്നെ ഭിന്നത ഉണ്ട് എന്നാണ് വിവരം. BJP ടിവികെയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. തമിഴ്നാട് BJP വിജയെ പിന്തുണക്കുന്നതും വിജയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് CRPFനോട് വിശദീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടതും ടിവികെയിലെ ആ ഒരു വിഭാഗത്തിന്റെ വാദത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ദിനത്തിലെ ചൂടേറിയ വാർത്തകൾ നിരവധിയുണ്ട്. ഹോട്ട് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹോട്ട് ന്യൂസിലേക്ക് വിശദമായി കടക്കുന്നു. കരൂർ അപകടത്തിന് മുൻപ് ടിവികെ അധ്യക്ഷൻ വിജയ്ക്ക് നേരെ ചെരുപ്പറിയുന്ന ആളുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വിജയ്ക്ക് പിന്നിൽ നിന്നാണ് ഇയാൾ ചെരുപ്പറിയുന്നത്. പരിപാടിയിൽ ആസൂത്രിതമായി ചെരുപ്പേറുണ്ടായി എന്നാണ് ടിവികെയുടെ പരാതി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ടിവികെയിൽ ഭിന്നതയുണ്ട്. ജനറൽ സെക്രട്ടറിമാരായ N ആനന്ദിനും ആദവ് അർജുനയ്ക്കുമിടയിലാണ് ഭിന്നതയുള്ളത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ടിവികെ ആദ്യം തൊട്ട് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ സംഭവത്തിൽ ചില സംശയങ്ങളുണ്ട്. അതിന് പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് ടിവികെ അധ്യക്ഷനും ടിവികെയുടെ പ്രവർത്തകരും ഒക്കെ അത്തരം സംശയങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെയൊരു ദുരന്തമുണ്ടായി എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു ടിവികെ നേതാക്കൾ. ഇതിപ്പോൾ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നതിൽ ഒരു ചെരിപ്പേറുണ്ട്. അത് ടിവികെ അധ്യക്ഷൻ വിജയ്ക്ക് നേരെയാണ്. വിജയുടെ തൊട്ടടുത്തൂടെ ആ ചെരിപ്പ് പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഇതിലൂടെ ടിവികെ പറയാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാര്യങ്ങൾ? ഒപ്പം അവിടെ രാഷ്ട്രീയമായൊക്കെ തന്നെ പല നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. BJP വിടാതെ ടിവിക്ക് പിന്നാലെ ഉണ്ടല്ലോ. വിവരങ്ങൾ എന്താണ്? പ്രജിന്, ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെയാണ്. കാരണം ആദ്യം മുതൽ തന്നെ ടിവികെ ആരോപിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന്. അത് സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം DMK പ്രവർത്തകർ ഈ ടിവികെയുടെ പരിപാടിയിലേക്ക് ഇരച്ചു കയറി. അവർ വിജയെ കല്ലെറിഞ്ഞു, കുപ്പി കൊണ്ടെറിഞ്ഞു, അങ്ങനെ പല തരത്തിൽ ഈ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ടിവികെയുടെ വാദം. അപ്പോൾ അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യം തന്നെ വിജയ്ക്കെതിരെ ചെരുപ്പേർ ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ആദ്യ ദിവസങ്ങളിൽ വന്ന ഒരു ദൃശ്യത്തിൽ ചെറുതായി അത്തരത്തിലൊരു ചെരുപ്പ് അദ്ദേഹത്തിന് അടുത്ത് കൂടി കടന്നു പോകുന്നതിൻ്റെ ഒരു ചെറിയ ദൃശ്യം പുറത്തു വന്നു. പക്ഷേ ഇത് ഇന്ന് പുറത്തു വന്ന ദൃശ്യത്തിൽ ഇതാരാണ് ഈ ചെരുപ്പ് എറിയുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണ സംഘം ഇയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാൾ എന്തിനാണ് ഈ ചെരുപ്പ് എറിഞ്ഞത് എന്ന് കണ്ടെത്തണം. ഈ വിജയുടെ പരിപാടിക്ക് എത്തുന്നത് ഒന്നുകിൽ ടിവികെ പ്രവർത്തകരാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്നവരാകാം. അപ്പോൾ ഇയാൾ ഏത് വിഭാഗത്തിൽ പെട്ടയാളാണ്? ഇയാൾ എന്തുദ്ദേശത്തിലാണ് ഈ പരിപാടിക്ക് വന്നത്? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഈ ചെരുപ്പ് എറിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഏതെങ്കിലും പാർട്ടിയുടെ അംഗമാണോ? ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടാണോ ഇത് ചെയ്തത്? അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം എന്തായാലും ഇനി വേണ്ടി വരും. നാളെ ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ ടിവികെക്കുള്ളൊരു പ്രധാന ആയുധമായി കൂടി ഇത് മാറും. അതായത് വിജയെ ഇങ്ങനെ ചെരുപ്പ് എറിയുന്നത് ആരാണെന്ന് കണ്ടെത്തിയോ എന്നുള്ളത് മാറും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി BJP ടിവികെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ BJP ഒക്കെയും എപ്പോഴും ടിവികെക്ക് പിന്തുണയുമായി എത്തുകയാണ്. എന്തായാലും ഈ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ ടിവികെ നേതാക്കൾ രണ്ട് തട്ടിലാണ്. അതിലിനി ഏത് തരത്തിലേക്ക് ടിവികെയുടെ ആഭ്യന്തര രാഷ്ട്രീയം മാറും എന്നതുകൂടി പരിശോധിക്കേണ്ടി വരും. പ്രജിൻ, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.